പാലക്കാടൻ ഭാഷാശൈലി പുതിയ തലമുറയിലേക്ക് എത്തിച്ച ഇൻഫ്ലുവൻസർമാരാണ് തൂമക്കണ്ണൻ. സമൂഹ മാധ്യമത്തിൽ അവരിടുന്ന കണ്ടന്റുകൾക്ക് ടൺ കണക്കിന് ലൈക്കും കമന്റുമാണ് ലഭിക്കുന്നത്. തൂമക്കണ്ണന്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഞാൻ 1 മണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. രാവിലെ വെള്ളച്ചോറും കൂടി കഴിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? നിൽക്കുന്നതിരി എത്ര നേരം ഇതെന്താ തൂമക്കണ്ട് പിന്നെ കാണാത്ത ഒരു നേരമാണ്. എത്ര നേരം എന്താ പറയണേ, ഞാനൊരു കല്യാണം കൂടി കളഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. പാർട്ടിക്ക് എങ്ങനെ എത്തണമെന്നുണ്ട് എനിക്ക്. നിങ്ങളെ പോലെ ഞാൻ കാത്തുനിന്നുകൊണ്ട് എത്ര നേരം വശനായി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. ഹലോ തൂമക്കണ്ണൻ, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല. കണ്ടം എന്റെ പേരിലാക്കി ഞാൻ അർജുനോട് കിക്കടിയേ. ഈ മാവാവിന്റെ വായിൽ പന്നിപ്പടക്കം അല്ലടി, ആനപ്പടക്കം പൊട്ടടി. ഈ പാലക്കാടൻ ഭാഷയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവര്, തൂമക്കണ്ണന്മാര്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ തൂമക്കണ്ണൻ? തൂമക്കണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി, കണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ്. ഭംഗിയുള്ള കണ്ണുകളുള്ളവൻ വ്യക്തി, അതിനെയാണ് തൂമക്കണ്ണൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ പാലക്കാട് ഞങ്ങളുടെ പഴയ മുത്തശ്ശിമാർ ഞങ്ങൾക്ക് സ്നേഹത്തോടെ ഞങ്ങൾ ചീത്ത പറയുന്നത്, എടാ തൂമക്കണ്ണ ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട് വാ. അതാണ് തൂമക്കണ്ണന്റെ യഥാർത്ഥം. ഞങ്ങളുടെ തൂമക്കണ്ണന്റെ വിജയം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ട് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും എന്താ ജോലി? എന്താ? ഞാൻ ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആലത്തൂർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് അജീഷ്. എന്റെ പേര് ലിൻഡേഷ് എന്നാണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് രാജീവാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എയർ ക്യാമ്പ് കല്ലേക്കാടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ PSC ക്ലാസ്സിൽ ഒരുമിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണോ? ജിമ്മീറ്റ്സ് ആണ് ആദ്യം, പിന്നെ PSC ക്ലാസ്സിന് പോയി, പിന്നെ ജിമ്മിൽ നിന്നാണ് ഈ സൗഹൃദം വളർന്ന് ഈ തൂമക്കണ്ണനിലേക്ക് എത്തിയത്. വർഷമകളെ ദത്തിരി ചെറുക്കനെ ഒന്ന് ആക്കി തടിയാ. എന്റെ വെള്ളമ്മ ഈ വയസ്സാം കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തിനാന്ന് ഞാൻ ഒത്തിരി പറയലാട്ടടി മകളെ, എന്റെ കഴിവ് 4 ആള് കാണട്ടെ. ചില കണ്ടന്റുകളിലെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണോ? എങ്ങനെയാണ്? റിയൽ ആയിട്ട് ഒരു സ്ത്രീ വേണം പറഞ്ഞപ്പോൾ ആകാശ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞങ്ങളെ എൻ്റെ വൈഫിനോട് ആദ്യം ഒന്ന് സമീപിച്ച് നോക്കി. ആദ്യമൊക്കെ ഒരുപാട് ടേക്ക് എടുത്തു. പിന്നെ അവർക്കത് ഇൻട്രസ്റ്റ് ആയി. പിന്നെ അങ്ങനെ മൂപ്പരിന്റെ വൈഫും കൂടി വന്നു. അങ്ങനെ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ മാത്രം പോരെ, വീഡിയോസ് ഇടണം. ചാനലിന്റെ പേരെന്താ വെക്കുക? പേരാ നരിവേറ്റ വീട്ടിൽ നീലി നാരായണൻ. അതെങ്ങനെയുണ്ട്? അത് വെരുക് വീട്ടിൽ വെള്ളം വേണ്ട, ഒരു കാര്യം ചെയ്യാം, വെരുക് വീട്ടിൽ വ്ളോഗ്. അതെങ്ങനെയുണ്ട്? ബ്ലോക്കാ? എന്ത് ബ്ലോക്ക്? പാലക്കാട്ടുകാർ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഫാമിലി കണ്ടന്റുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, മരണ വീട്, കല്യാണ തലേ ദിവസം, അല്ലെങ്കിൽ കല്യാണം, നാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കണ്ടന്റ് ഉണ്ടാകുക. അയ്യോ വയ്യ. അപ്പോഴേ എടുക്കാൻ പോവാണ്. അയ്യോ എന്റെ അടുത്ത് കൊണ്ടുപോകണ്ട. എന്താ കൊണ്ടുപോണ്ട? അവിടെ വെച്ചോ. അങ്ങനെ പറഞ്ഞ മകനെ, ഇതൊക്കെ ഒരു നാട് നടപ്പല്ല മകനെ. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സീരിയസ് വാഹന പരിശോധനയുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? വാഹന പരിശോധന കർശനമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയിട്ട് അതാ വെള്ളത്തള്ള, നമ്മൾ വെള്ളത്തള്ള എന്നുള്ള ക്യാരക്ടർ. അല്ല സോറി സാറേ, ഞങ്ങൾ അവര് നമ്മളെ കാണുന്നത് ആ ഒരു ക്യാരക്ടറിലായതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ റെസ്ക്യൂ വർക്കിന് സമയത്ത് നമ്മൾക്ക് പെട്ടെന്നൊരു സ്റ്റേഷനൊരു കോള് വന്നു. കിണറ്റിൽ ഒരാൾ പെട്ടതായിരുന്നു കോള്. ആളിനെ കയറെടുത്ത് നെറ്റിട്ട് എടുത്ത് ആളെടുത്തതും എന്നെ കണ്ടതും ദാ തൂമക്കണ്ണൻ. നേരെ പിടിക്കുന്ന വേലു കേട്ടാ. എന്നെ നേരെ കണ്ട. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? വെരുക് വീട്ടിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വെള്ള. നമ്മളുടെ കൂട്ടത്തിൽ ഒരു സിനിമാ നടനുണ്ട്, രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും റോട്ടില് ഒരു പോലീസുകാരനായിട്ട് ഒരു ചെറിയ വേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ എല്ലാവരും കൂടി ഞങ്ങളെ ഒന്ന് വിറയലാക്കി തരീൻ. അങ്ങനെ ചെടുക്കൻ ഈ ചാനല് സബർ ജെല്ലിക്കാക്കി. അങ്ങനെ അത് മാത്രമല്ല, ആ ബെല്ലും കൂടി ഒന്ന് അമുക്കിട്ടോളിൻ. മൽകോശി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.